ഇപ്പോഴത്തെ കേരളത്തിലെ സുന്നി പ്രബോധകന്മാർ കൗണ്ടർ റിഫോർമേഷൻ പീരിയഡിലാണ്. എന്താണ് ഈ കൗണ്ടർ റിഫോർമേഷൻ? പ്രതിവാദത്തിന് അനുകൂലിക്കുന്ന പ്രതിവാദം നമ്മൾ തന്നെ കൊണ്ടുവരിക. ഇത് ദീൻ നശിപ്പിക്കും. കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ വാദഗതിയിലേക്ക് നമ്മൾ അറിയാതെ പാർശ്വമായി ചേരുക. ഉദാഹരണം പറയാം, ആ കൗണ്ടർ റിഫോർമേഷന്റെ പീരിയഡിലാണ് ഇപ്പൊ നമ്മളെ പ്രബോധകന്മാർ ഒക്കെ. അല്ലെങ്കിൽ ആ പ്രബോധകനെ ട്രോളിക്കോട്ടെ, നമുക്ക് എന്താ ഈ കൗണ്ടർ റിഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത്? ഈ കൗണ്ടർ റിഫോർമേഷൻ ഞാൻ ഒന്നും കൂടി അതിനെ ഒന്നും വിശദീകരിക്കാം, എന്നാൽ എളുപ്പം നമുക്ക് മനസ്സിലാവും. അതായത് പ്രതിവിഭാഗത്തിന്റെ എതിർ വിഭാഗത്തിന്റെ വാദഗതികളെ നമ്മൾ അറിയാതെ നമ്മൾ സ്വാംശീകരിച്ച് അതിലൂടെ പ്രബോധനം ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ പന്ത് കളി. ഉദാഹരണം, ഖത്തറിൽ ഒരു 10 കളിയാണ്. നമുക്ക് ആ പന്ത് കളി നടക്കുമ്പോൾ നമ്മളെ പന്ത് കളി ആരാ കൊണ്ടുവന്ന്? പന്ത് കളി ആരാ കളിയാ? ഇവിടുത്തെ ഭൗതികവാദികളെ കളിയാണ് എന്ത് പന്ത് കളി. ക്രിസ്ത്യൻ രാജ്യങ്ങൾ വരെ പന്ത് കളി നിരോധിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഞാൻ പന്ത് കളെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഈ കൊല്ലം കേട്ടിട്ടുണ്ടാവും. ആ വിശദമായ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, വിശദമായ ചരിത്രം. പക്ഷെ എന്താ ഉണ്ടായത്? പല ആളുകളും എന്താ ഉണ്ടായത്? ഈ കൗണ്ടർ റിഫോർമേഷൻ ഞാൻ അവസ്ഥ പറയാം. നമ്മുടെ നാട്ടിലെ കളിയോ വിനോദോ, ഈ കളി ഹറാമോ ഹലാലോ എന്നല്ല, അത് ആളുകളുടെ ഹവയ, ജനങ്ങൾ ഇത്തിബാഉൽ ഹവയുടെ പിന്നാലെ പോവും. അങ്ങനെ വരുമ്പോൾ ദീൻ നഷ്ടപ്പെടും. ദീൻ ഹറാമോ മാത്രമല്ല, പലതിന്റെ പിന്നാലെ പോകുമ്പോൾ ഇത്തിബാഉൽ ഹവ വരും. അത് ദീൻ നഷ്ടപ്പെടുത്തും. മനസ്സിലാവുന്ന ചിന്താഗതി നിലപാടുകൾ മാറ്റും. അപ്പൊ അവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് കൗണ്ടർ ചെയ്യേണ്ടതാണ്. പക്ഷേ സൊസൈറ്റിക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സുന്നി പ്രബോധകൻ, വഹാബിനെ പറ്റി പോട്ടെ, വഹാബി രാജ്യത്താണ് ഈ നടക്കുന്നത്, അതുകൊണ്ട് വഹാബികൾ അനുകൂലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ലോകത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരിൽ ഏറ്റവും വലിയ പള്ളി ഖത്തറിലാണ്. അപ്പോൾ വഹാബികൾ അതിനെ അനുകൂലിക്കുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ അതിനെ എതിർത്ത് പറയേണ്ടതായ ജനങ്ങൾ അവയുടെ പിന്നാലെ പകരം നമ്മളെ പ്രധാന പ്രഭാഷകർ എടുക്കുക, ബാക്കിയുള്ളവർ വിട്ടാൽ. പ്രധാന സൊസൈറ്റി ഏറ്റു പറയുന്ന വലിയ വലിയ പ്രഭാഷകർ ഒരെന്ത് ചെയ്തത്? ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രഭാഷണം വന്നൊന്നും വിചാരിക്കരുത്. പ്രഭാഷണം വന്നത് എംബാപ്പയെ മാതൃകയാക്കുക. കാരണം പറഞ്ഞത് എംബാപ്പെ വലിയ എന്താ പറയുക ചാരിറ്റി നടത്തും, എന്ത് കിട്ടിയാലും. ഞങ്ങൾക്ക് ഒരാളെ പേര് വന്നല്ല, ഈ അടുത്ത ദിവസം ഞാൻ ആളെ പറ്റി പറഞ്ഞിരുന്നു. ദജ്ജാലിനെ പറ്റി കഴിഞ്ഞ 20 കൊല്ലം ആയി പഠനം നടത്തുന്ന ആളാണ് ഞാൻ. ദജ്ജാലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ മുഴുവൻ അട്ടിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന ദജ്ജാൽ നമ്മൾ വിചാരിച്ച ദജ്ജാലല്ല. ദജ്ജാൽ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ദജ്ജാലായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് മോശപ്പെട്ടവനായിരിക്കും, എന്നാൽ കോമൺ സൊസൈറ്റിക്ക് ഏറ്റവും നല്ലതായിരിക്കും. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ലോകത്ത് പ്രശ്നങ്ങൾ അവസാനിക്കും. ദജ്ജാൽ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും, എല്ലാവർക്കും വെള്ളം കിട്ടും, റോട്ടി ആൻഡ് പാനി. ഞങ്ങൾക്കതാണല്ലോ വേണ്ടത്. എല്ലാവർക്കും ഭക്ഷണം കിട്ടും. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മുത്തറസൂൽ പറഞ്ഞെന്താ, അവന്റെ ഒരു കയ്യില് കുടിച്ചുണ്ടാവും, ഒരു കയ്യില് മാവുണ്ടാവും. അല്ലേ? ചിന്തിക്ക്, ഇതെങ്ങനെ കൊടുക്കും? ചാരിറ്റി. ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി നടത്തും ദജ്ജാൽ വന്നാൽ ആരായിരിക്കും? ദജ്ജാൽ എന്ന ഒരാൾ പഠനം ഇനിയും നടത്തില്ലെങ്കിൽ എന്നർത്ഥം സമയായില്ലേ? ദജ്ജാൽ ഏറ്റവും വലിയ ചാരിറ്റി കൊടുക്കണ്ടേ? കണ്ടവർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കും. മുത്തുനബി പറഞ്ഞു ആർക്ക് കൊടുക്കൂല? അവനെതിരായ മോമിന് അവനെതിരാവും, കൊടുക്കൂല. ബാക്കിയുള്ളവർക്ക് അത് കരിമിനാടി, അത് വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ 783 കോടിയിൽ 780 കോടി ആളുകൾക്കോ 782 കോടി ആളുകൾക്കോ എന്ത് കിട്ടും? റൊട്ടി, പൈസ, വെള്ളം, സമാധാനം. യുദ്ധങ്ങൾ അവസാനിച്ചു. വേണ്ട സർക്കാർ ഒന്ന്, പാസ്പോർട്ട് വേണ്ട. വളരെ പെട്ടെന്ന് ലോകത്ത് പാസ്പോർട്ട് എടുത്തു. ഒരു കാർഡ് മതിയാവും, ആ കാർഡ് ലോകം മുഴുവൻ സഞ്ചരിക്കും. ലോകത്ത് മുഴുവനും ഒരൊറ്റ സർക്കാർ വരാൻ പോവാണ്. ഇതിന്റെ അപ്പുറം ഉണ്ട്, എല്ലാം കൂടി പറയാനായിട്ടില്ല. ചിന്തിക്കണം. ഏറ്റവും വലിയ ചാരിറ്റി ആര് ചെയ്യും? മെസ്സിനെ കെട്ടി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാകാണ്. പക്ഷേ എത്ര മാനായ മെസ്സിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ഗ്രൗണ്ടിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഒരാൾ കൊടുത്തത്. എത്ര മാനായ മെസ്സിയാണെന്നാണ് മുഴുവൻ തന്നെ പറയുന്നത്. ഇതിനാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയാം. ഈ കൗണ്ടർ റിഫോർമേഷന് ഞാൻ വേറെ അവസ്ഥ പറഞ്ഞുതരാം. നാട്ടിൽ പറയുന്ന കറാമത്തിനെ സുന്നി മൂല്യം കൗണ്ടർ ചെയ്യാം. ഇത് കൗണ്ടർ റിഫോർമേഷനാണ്. കറാമത്ത് ചില ആളുകൾ കൂട്ടി പറയും, അത് അവരെ വിളിച്ച് സ്വകാര്യത്തിൽ അങ്ങനെ പറയണ്ട. കറാമത്തിനെ യുക്തിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ കറാമത്ത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. ജനങ്ങളുടെ ബിഹാജത്തിനാസ്, ജനങ്ങളുടെ ആവശ്യത്തിനാണല്ലോ എന്ത് ഏത് കറാമത്താണ് യുക്തി കൊടുങ്ങ? കഅബയെ ചുറ്റുവാർ കുതുബാനോരെല്ലാരും കഅബ തവാഫിനെ തൻ ചെയ്യുമെന്നോരേ. എല്ലാവരും കഅബയെ പോയി തവാഫ് ചെയ്യും. ഇത് തോളാത്തത് ഇന്ന് സുന്നി മോഡിയന്മാർക്ക് മൊയ്യന്മാരെ പാട്ടില്ലാതായതുകൊണ്ടാ. നിങ്ങൾ ഇത് പാടിയിട്ട് വേറെ പറയും എങ്കിൽ തെക്കും വടക്കും മുഴുവൻ പിറ്റേ നിങ്ങൾക്കെതിരെ പറയും. ഇനി പറയില്ല. എന്തുകൊണ്ട്? മോഡിയന്മാർക്ക് സുന്നി ലേബിളുള്ളൂ, എന്തില്ല. നമ്മളെ സുന്നില്ല, നമുക്ക് പറയണമെന്നില്ല. ഇത് കറാമത്താണോ അല്ലേ? അതാണോ എന്ന് തീരുമാനിക്കും. എന്തേ
924 എന്തേ സമസ്ത ഉണ്ടാക്കിയേ? ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്. എന്താ ഉണ്ടാക്കിയേ? സമസ്ത എന്താ ഉണ്ടാക്കിയേ? എന്തിനാ അവസ്ഥ ഉണ്ടായത്? ഇംഗ്ലീഷ് പഠിപ്പിക്കാനാ. സമസ്ത ഉണ്ടാക്കിയത് ബൈലോ പഠിക്കി. എന്തിനാ അവസ്ഥ ഉണ്ടാക്കിയേ? സമസ്തയിൽ ആദ്യത്തെ തീരുമാനം പഠിക്കി. സമസ്ത ഉണ്ടാക്കിയത് മൊഹീദ്ദീൻ മാല, റിഫായി മാല, നഫീസത്ത് മാല പോലെയുള്ള മാല മൗലിദുകളെ എതിർത്തപ്പോൾ അത് ഹക്കാണ് സ്ഥാപിക്കാൻ ഉണ്ടാക്കിയ സമസ്തയുടെ സംഘടനയുടെ പേരാണ് എന്ത്? അതാണ് സമസ്ത. അതിനുണ്ടാക്കിയ സമസ്ത. പിന്നെ പലതുണ്ടാവും. സമസ്ത ഉണ്ടാക്കിയത് എന്തിനാണ്? സമസ്ത ഉണ്ടാക്കിയത് മൊഹീദ്ദീൻ മാല, റിഫായി മാല, നഫീസത്ത് മാല പോലെയുള്ള ധാരാളം മാല മൗലിദുകൾ, പഴമക്കാരുടെ യാഥാർത്ഥ്യങ്ങൾ, ഹക്കായ ദീനിന്റെ മാർഗങ്ങൾ, 1000 ചില്ലാനം കൊല്ലം മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം നടത്തിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം എതിർത്തപ്പോൾ അതിന് മറുപടി പറയാനും അവരെ വലിച്ചെറിയാനും അത് നിലനിർത്താൻ ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത്? ഞാൻ ഉള്ളിൽ കറങ്ങി നോക്കി. ഭൂമി ഓരുണ്ടാപ്പോൾ എൻ കയ്യിൽ എന്നോർ ഭൂമി അതൊക്കെയും ഒരു ഇതിലെ യുക്തി എന്താ? ഭൂമി ഒരുണ്ടപ്പോൾ എൻ കയ്യിൽ എന്നോർ. ഇതിന്റെ കറാമത്ത് നിങ്ങൾ യുക്തികൾ വിശദീകരിക്കും. പണിയിട്ടുള്ള കറാമത്ത് നമ്മളൊന്നും ഖാദി മുഹമ്മദിന്റെ കാലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ മൊഹീദ്ദീന്മാരുണ്ടായത്. ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊണ്ടുവരും. മൊഹീദ്ദീന്മാരെയുള്ള കറാമത്ത് പോലെ യുക്തി അംഗീകരിക്കാത്ത കറാമത്ത് പറഞ്ഞ വേറെ കിതാബേന്. യുക്തിയുടെ പിന്നാലെ പോലാണോ കറാമത്ത്? ഇതാണ് ഞാൻ കൗണ്ടർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ കൂടുമ്പോൾ പറയാ, നമ്മൾ ആളുകളോട് പറയാ എന്ത്? കുറച്ചൊക്കെ നമ്മൾ പറയുന്നോർത്തും കൂടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവർ പറയുന്നോർത്ത് കുറച്ചൊക്കെ സത്യമുണ്ട്. കഴിഞ്ഞ് ഇതാണ് അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ആ സമൂഹത്തിൽ നീ നഷ്ടപ്പെട്ടു. എവിടെ ഞാൻ സത്യം പോകും. നിങ്ങൾ മൊഹീദ്ദീന്മാരെടുത്ത് വായിച്ചു നോക്ക്. ഏത് യുക്തിയാണ് അംഗീകരിക്കുക? എല്ലാ വലികളും മേലെ കുത്തുബാനോരും എന്നൂടെ വീട്ടിലെ പിള്ളേര് ആരെന്നോര്. ഇന്നിപ്പോ ഇങ്ങനെ ഒരു വലിയ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എന്തൊക്കെ ട്രോളും. ഒരു ട്രോളാണോ നമ്മുടെ പ്രശ്നം? കണ്യാല അബ്ദുള്ളാജി പറഞ്ഞിരുന്നു എല്ലാ വലികളും എന്ന് പറഞ്ഞിട്ട് വാക്ക് പറയാലോ. അന്നത്തെ മൊഹീദ്ദീൻ ഷേഖ് അതാണെങ്കിൽ ഇന്നത്തെ മൊഹീദ്ദീൻ ഷേഖ് അല്ലേ ഇത്? അന്നത്തെ മൊഹീദ്ദീൻ ഷേഖിന് ആ സമാനിന്റെ ജനങ്ങൾ നിലനിർത്തുന്ന ഈമാൻ നിലനിൽക്കണമെങ്കിൽ പണിയെടുപ്പിച്ചപ്പോൾ ഇന്നത്തെ മൊഹീദ്ദീൻ ഷേഖ് ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. എന്തേ ഉണ്ടായിട്ടില്ലേ? കാലത്തിന്റെ സമാനിലൊക്കെ വ്യത്യാസം അവർക്കുണ്ടാവും. ഇനി ഈ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയേക്കാൾ വലിയൊരാൾ ഇനി വരാൻ പോകുന്നുണ്ട്. ആര്? ഇമാം മഹ്ദി. അവർക്ക് ഇതിനേക്കാൾ വലിയ കറാമത്തുണ്ടാവും. അങ്ങനെ എന്താ പറയും? കറാമത്തിൽ യുക്തിയില്ല. നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തൊക്കെ തള്ളുക. അവന്ന് ഞാൻ ചൊല്ലിൽ പണിയാ. ഞാനൊരു സാധനം എന്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാ ഉണ്ടാവും. കാറ് കൊണ്ടാണ് പോവാണ്. പെട്രോൾ കഴിഞ്ഞു, കാറ് പോയിക്കോട്ടാണ് പോകും. അതല്ലേ അർത്ഥം? പറയുന്നത് അതിൽ പെടൂല. മുടിയിലെ കാറൊന്നും അതിൽ പെടൂല. അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് വഹാബിസം കയറിക്കൂടി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകളാണ് നിങ്ങൾക്ക് ഒരു മണ്ഡലമാവുന്ന പോലെ നമ്മളാണ് ഇവിടുത്തെ വലിയ നേതാക്കന്മാരാകുക. നമ്മൾ താലൂക്ക് മുഷാവറാവും, പിന്നെ ജില്ലാ മുഷാവറാവും, കേന്ദ്ര മുഷാവറാവും. എന്താ നമ്മുടെ വിശ്വാസം? കറാമത്തൊക്കെ കുറച്ചൊക്കെ കൂടിപ്പോയിട്ടുണ്ട്. തവസ്സുരക്കില്ല, ഇസ്തിഹാസ ശരിയാവില്ല. അങ്ങനെ പറയുന്ന വലിയ മൂല്യന്മാരെ എനിക്കറിയാം. എന്തിനുണ്ടാക്കിയത്? തവസ്സും ഇസ്തിഹാസും ശരിയാന്ന് പറയാൻ. ഇതിനാണ് കൗണ്ടർ ഇൻഫർമേഷൻ എന്ന് പറയാം. അബദ്ധങ്ങൾ പറയുന്നവരില്ലേ ഉണ്ടാവും. അവരെ പോയി നമ്മൾ വ്യക്തിപരമായി തിരുത്തണം. ഇതാരത്തായി ഇങ്ങനെ സംഭവിച്ചതാ? നിങ്ങളെ ആ ജാതി വർത്താനം പറയുമ്പോൾ നിങ്ങൾ തെളിവുണ്ടോ അല്ലേ? നീ പറയുന്നത് നമ്മൾക്ക് ജനങ്ങളിടയിൽ സ്വീകാര്യത കിട്ടും. പക്ഷെ എന്ത് പോയി പോവും? നിങ്ങൾ മെസ്സിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് സ്വീകാര്യത കിട്ടും. പക്ഷെ എന്ത് പോവും? റെനസൻസ് കാലഘട്ടം, നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 15-16 നൂറ്റാണ്ടുകൾ. ഈ കാലഘട്ടത്തിലാണ് കൗണ്ടർ റിഫോർമേഷൻ വന്നത്. അതായത് ഒരു നിലക്ക് ഒരു മാറ്റത്തിന്റെ കാറ്റ് കൊണ്ടുവന്നു ആര്? മാർട്ടിൻ ലൂതർ. 15-ാം നൂറ്റാണ്ടിൽ. 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ നിന്ന് ഒരു പുതിയ മെസ്സേജ് കൊണ്ടുവന്നപ്പോൾ അതാണ് സത്യത്തില് പ്രൊട്ടസ്റ്റന്റിസം. ഇത് വന്നപ്പോൾ ക്രിസ്തീയ സഭകൾക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പ്രയാസമായി. എന്തുകൊണ്ട്? നിലവിലുള്ള പൗരാണിക പാരമ്പര്യ സാഹചര്യത്തിലുള്ള ക്രിസ്തീയ വിഭാഗങ്ങളുടെ നിലപാടുകൾക്കെതിരാണ് മാർട്ടിൻ ലൂതറുടെ നിലപാട് വന്നത് AD 15-ാം നൂറ്റാണ്ടിൽ. അത് യൂറോപ്പിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് റെനിസൻസ് വരുന്നത്. അതായത് നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 16-17 നൂറ്റാണ്ടുകളാണ്. 17 നൂറ്റാണ്ട് അവസാനിച്ച് 18-ാം നൂറ്റാണ്ട് മുതലാണ് പിന്നെ എൻലൈറ്റ്മെന്റ് വരുന്നത് യൂറോപ്പിൽ. ഇതൊക്കെ യൂറോപ്പിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. അതായത് മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റിനിസം വന്നു 15-ാം നൂറ്റാണ്ടിൽ. അതായത് ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ, പാരമ്പര്യ ക്രിസ്ത്യാനിക്കെതിരെയുള്ള ഒരു ത്തിനെതിരെയുള്ള ഒരു പൊളിച്ചേറ്റാണ് AD 15-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യ മതവിഭാഗത്തിൽ മാർട്ടിൻ ലൂതർ കൊണ്ടുവന്നത്. AD 15-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ വലിയ മാറ്റം യൂറോപ്പിലുണ്ടായി. അപ്പോൾ ട്രഡീഷണൽ മതവിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമുണ്ടായി. അവര് വളരെ ശക്തമായി തിരിച്ചടിച്ചതിനെ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷെ അതേ സമയത്ത് അവരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ കൗണ്ടർ റിഫോർമേഷന്റെ പിന്നാലെ പോയി. കൗണ്ടർ റിഫോർമേഷൻ അതായത് കുറച്ചൊക്കെ അവർ പറയുന്നിടത്തും കാര്യമുണ്ട് എന്ന അവസ്ഥ വന്നപ്പോൾ പിന്നെ അതാണ് പിന്നെ നവോത്ഥാന കാലഘട്ടം. അതായത് മതം പൂർണ്ണമായി വിളിച്ചറിഞ്ഞു. മതവിഭാഗം ഉണ്ടായി, മതം ഉണ്ടായില്ല.
മതവിഭാഗം ഉണ്ടാവും, ആരുണ്ടാവില്ല? മതം ഉണ്ടാവില്ല. മതം തിയോളജിയാണ്, വിശ്വാസധാര. മതവിഭാഗം ഉണ്ടാവും, സുന്നി സംഘടന ഉണ്ടാവും, എന്തുണ്ടാവില്ല? സുന്നി ഉണ്ടാവില്ല. ഈ കൗണ്ടർ റിഫർമേഷൻ മത പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ജനങ്ങൾക്ക് മെല്ലെ മെല്ലെ അവർക്ക് എത്തിസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും പോകാൻ അവർക്ക് ഒരു തരം വഴി എളുപ്പമായി. അവരോട് പോയി. ഇപ്പോൾ ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ 100% മതമുണ്ടായിരുന്ന നാട്ടിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ശതമാനം മതം നിലനിൽക്കുന്നു. ആ സ്ഥാനത്തേക്ക് ആര് കയറിക്കൂടി? നിരീശ്വരവാദം കയറിക്കൂടി. നമ്മൾ പിടിക്കുന്നത് ഇവിടെ നമ്മൾ അയലക്ക് വിടരുത്. വിട്ടാൽ എന്താ ഉണ്ടാവുക? വിട്ട മതം പോവും, മതവിഭാഗം ഉണ്ടാവും. ഞങ്ങൾക്ക് നല്ല രസകരവും അത്ഭുതകരവുമായ ഒരു കണക്ക് പറഞ്ഞുതരാം. ഉദാഹരണം, സ്വീഡൻ ക്രിസ്ത്യാനിറ്റിയുടെ 100% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന രാജ്യം. ആ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് 76% നിരീശ്വരവാദികളാണ്. അപ്പോൾ ഇനി ക്രിസ്ത്യാനികൾ എത്ര ഉണ്ടാവുണ്ട്? അല്ലെ 24 ഉണ്ടാവും. പക്ഷേ അവിടെ 61% ക്രിസ്ത്യാനികളുണ്ട്. ആ കണക്കായി നമുക്ക് തിരിയട്ടെ. ഈ കണക്കിന് നമ്മൾ പേടിക്കണ്ടേ? അതുപോലെ ആവർത്തിക്കാൻ പോവുകയാണ്. മൂല്യമാരെ കളി കളിച്ചാല് എന്താ പറഞ്ഞ 76% നിരീശ്വരവാദികളാണ് സ്വീഡനിൽ. ഇനി ബാക്കിയുള്ളത് 24% ക്രിസ്ത്യാനികൾ ഉള്ളത് നമ്മൾ അവർക്ക് സമാധാനമുണ്ട്. പക്ഷെ അവിടെ 61% ക്രിസ്ത്യാനികളുണ്ട്. ശതമാനത്തിന്റെ കണക്ക് ഇപ്പൊ കുറച്ച് നീട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താ പോയി? ക്രിസ്തീയ വിഭാഗമാണ്, ക്രിസ്തുവിൽ വിശ്വാസം ഇല്ല. സുന്നികളാണ്, സുന്നിയിൽ വിശ്വാസം ഇല്ല. ഞാൻ പറയുന്നത് ഈ നിലക്ക് പോയാൽ ഈ സംഘങ്ങളൊക്കെ ഉണ്ടാവും, സുന്നില്ലാതെയാവും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. 61% ആരാണ് സ്വീഡനിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ? വിഭാഗം ചോദിച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാൽ എന്ത് പറയും? ക്രിസ്ത്യാനികളാണ്. ഇവർ 24% ഉണ്ടാവും. ബാക്കിയൊക്കെ ആരാണ്? നിരീശ്വരവാദി. അവർക്ക് ക്രിസ്തു വിശ്വാസമല്ല. ബ്രിട്ടനിൽ 69% നിരീശ്വരവാദിയാണ്. 69% നിരീശ്വരവാദികളാണ്. 46% ക്രിസ്ത്യാനികളാണ്. 7% മുസ്ലിങ്ങളാണ്. 2% ഹിന്ദുക്കളാണ്. 1% സിഖുകാരാണ്. 1% ജൂതന്മാരാ. 5% മറ്റു മതക്കാരാ. കൺഫ്യൂഷനിസം, താവോയിസം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എത്ര ശതമാനം വന്നു? 69% നിരീശ്വരവാദികളാണ്. 46% ക്രിസ്ത്യാനികളാണ്. ബ്രിട്ടനിൽ, യുണൈറ്റഡ് കിങ്ഡം മൊത്തത്തിൽ, ബ്രിട്ടൻ മാത്രമല്ല, യുണൈറ്റഡ് കിങ്ഡം, സ്കോട്ട്ലൻഡ്, ബ്രിട്ടൻ എല്ലാം കൂടിയിട്ട് 69% നിരീശ്വരവാദികളാണ്. 46% ക്രിസ്ത്യാനികളാണ്. എത്രയായി? 69 46. 69 109, പിന്നെ 112. 7% മുസ്ലിങ്ങളാണ്. 119. 2% ഹിന്ദുക്കളാണ്. 121. 1% സിഖാരാ. 122. 1% ജൂതന്മാരാ. 123. 5% മറ്റു മതക്കാരാ. കൺഫ്യൂഷനിസം, ടാവോയിസം ഒക്കെ കൂടിയിട്ടാണ്. അപ്പൊ എത്രയായി? 128. അങ്ങനെ ഒരു ശതമാനം കൂട്ടിയോ? ശതമാനത്തിന്റെ കൂട്ടിയോ? മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എത്ര ശതമാനമാണ് നിരീശ്വരവാദികൾ എന്ന് അറിയൂല. ഈ അവസ്ഥ വരിക. പറയുമ്പോഴൊക്കെ മുസ്ലിങ്ങളോ പള്ളിയൊക്കെ വരും. നിരീശ്വരവാദി ജുമാക്കുന്ന ആളെ എനിക്കറിയാം. കോഴിക്കോട് ജില്ലയിൽ ഒരു നിരീശ്വരവാദി ജുമാക്ക് വരും. പള്ളി രജിസ്ട്രേഷനുള്ള ആളാണ്, പക്ഷെ മൂപ്പര് നിരീശ്വരവാദിയാണ്. അള്ളാഹു റസൂലിന് എതിരായ വർത്തമാനം മാത്രമേ പറയുള്ളൂ. പക്ഷെ ആളാരാണ്? മുസ്ലിമാണ്. ആളാരാണ്? നിരീശ്വരവാദിയാണ്. അതായത് ഒരു വംശം ഉണ്ടാവും, തിയോളജി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അസർബൈജാനിൽ എന്താ അസർബൈജാന്റെ അവസ്ഥ? 97% മുസ്ലിങ്ങൾ, 3% ക്രിസ്ത്യാനികൾ. എന്നിട്ട് അസർബൈജാന്റെ അവസ്ഥ എന്താ? 64% നിരീശ്വരവാദികൾ. മുസ്ലിങ്ങൾ എത്ര? 97% അസർബൈജാൻ മുസ്ലിങ്ങളാണ്. പഴയകാല സോവിയറ്റിന്റെ ഭാഗം അസർബൈജാനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കവേ ചില ആളുകളുടെ ഓത്തിൽ അത്ഭുതം, വിചിത്രം കണ്ടപ്പോൾ വേഗം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കത്തയച്ചു. അങ്ങനെയാണ് റസൂലുള്ളാഹി ഉസ്മാനി ഉണ്ടാക്കിയത്. ബുഖാരിയിലില്ലേ? അന്ന് അസർബൈജാനിലാണ് ഇസ്ലാമിക പടയുള്ളത്. അറിയില്ലേ സംഭവം? ചിന്തിക്ക്. ആ അസർബൈജാൻ എന്ന് പറഞ്ഞ 97% മുസ്ലിങ്ങളാണ്, 3% ക്രിസ്ത്യാനി. അപ്പൊ ഞാൻ ആരില്ല? നിരീശ്വരവാദില്ല. 97% മുസ്ലിങ്ങൾ, 3% ക്രിസ്ത്യാനി. അപ്പൊ പിന്നെ അൽഹംദുലില്ലാഹ് ആരില്ല? നിരീശ്വരവാദില്ല. 64% നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് ഇതാ പ്രശ്നം. ഇതാണ് നമ്മൾ ഈ നിലക്ക് ഉദാസീനരായാൽ ഇതാണ് കേരളത്തിന്റെ ഭാവി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയവാദം വളരുന്നത്, ഏറ്റവും കൂടുതൽ ലിബറലിസം വളരുന്നത്, ഏറ്റവും കൂടുതൽ എത്തിസം, നിരീശ്വരവാദം വളരുന്നത് കേരളത്തിലാ. ഭയപ്പെടണം. ഇവിടെ പ്രശ്നം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഈ ജാതി ആളുകളെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. ആ മിർആത്ത് നമ്മളെ കയ്യിലുമില്ല. എന്ന് പറഞ്ഞ മിർആത്ത് നമ്മളെ കയ്യിലില്ല. ഓസ്ട്രേലിയ 60%